കസവുതട്ടം. എം. കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് കസവുതട്ടം. 1967 ഡിസംബർ 1-നാണ് പ്രദർശനം ആരംഭിച്ചത്. വയലാറിൻ്റെ ഗാനങ്ങൾ, ജി. ദേവരാജൻ്റെ സംഗീതം, യേശുദാസ്, പി. ശ്രീനിവാസ്, എം. രാജ, സുശീല എന്നിവർ ഗായകർ. രചന തോപ്പിൽ ഭാസി. ഛായാഗ്രഹണം പി. ദത്ത്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: നസീർ, അബു, ശാരദ, ജമീല, കൊട്ടാരക്കര അബ്ദുൽ കരീം മുസ്ലിയാർ, എസ്. പി. പിള്ള, പാറക്കൂട്ടത്തിൽ ആലിയാർ, അടൂർ ബാസി, ഖാദർ, ബഹദൂർ, പോക്കർ, പങ്കജവല്ലി മുസ്ലിയാരുടെ ഉമ്മ, രാജേശ്വരി, ആമിന, കൂടാതെ മണവാളൻ ജോസഫ്, നാഗു, ജിജോ പുന്നൂസ്, ജോസ്, ജിസ് എന്നിവരും വേഷമിട്ടു. കഥ: മലയോര ഗ്രാമം. ആടുകളെ വളർത്തി മേയിച്ച് നടന്ന പെണ്ണ് ജമീല. അവളുടെ പാട്ടിൻ്റെ മധുരമയിൽ മനം കുളിർന്ന് നടന്ന ആൾ ആലുവക്കാരൻ അബു. അബ്ദുൽ കരീം മുസ്ലിയാരുടെ കൂപ്പിൽ മരം വെട്ടുവാൻ വന്നവനാണ് ഈ ആലുവക്കാരൻ അബു. അബു ജമീലയെ അഗാധമായി പ്രണയിച്ചു. ജമീലയുടെ അടുത്ത് വിവാഹ അഭ്യർത്ഥനയുമായി അബു എത്തി. പക്ഷേ അപ്പോൾ അവൾക്ക് ആ അഭ്യർത്ഥന സ്വീകരിക്കാനാവില്ലായിരുന്നു. കാരണം പ്രായമായ ബാപ്പയെയും തളർവാദം പിടിച്ച് കിടക്കുന്ന സഹോദരനെയും ഉപേക്ഷിച്ച് ഭർത്താവിനോടൊപ്പം പോകാനാവില്ലായിരുന്നു. അബു അതിനും പരിഹാരം കണ്ടു. അവന് ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മയെയും കൂട്ടി വരാം, എന്നിട്ട് ജമീലയുടെ കുടുംബത്തോടൊപ്പം താമസിക്കാം. ആ ഉറപ്പിൽ വിവാഹക്കാര്യം അവൾ സമ്മതിച്ചു. ഉമ്മയോട് അനുവാദം വാങ്ങാൻ ആലുവയിലേക്ക് അബു പോയി. നല്ലവനും മതവിശ്വാസിയുമായ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ഭാര്യ ആമിന മരിച്ചു പോയിരുന്നു. 4 മക്കളുണ്ട്. ഒരു പുനർവിവാഹം അയാൾ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഒരു നാൾ കൂപ്പ് സന്ദർശിക്കാൻ പോകും വഴി കാറിൻ്റെ മുന്നിൽ ഒരു ആട്ടിൻകുട്ടി വന്നുപെട്ടു. അതിനെ രക്ഷിക്കാൻ ചാടി വീണ ജമീലയെ കണ്ടു. എന്തോ ജമീലയെ അയാൾക്കിഷ്ടമായി. അബു ഉമ്മയോട് അനുവാദം വാങ്ങി കൂപ്പിലെത്തി. എന്നാൽ അവന് ലഭിച്ചത് സങ്കടമായിരുന്നു. കാരണം അപ്പോഴേക്കും ജമീല മുസ്ലിയാരുടെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. അവൻ നിരാശയിലാണ്ടു. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ ഓർമ്മകളിൽ നിന്ന് ഒരു മോചനം ഉണ്ടായില്ല. കിടപ്പറ പോലും അയാൾക്ക് ഓർമ്മകളുടെ തടവറയായി. അസ്വസ്ഥനായ ആ നല്ല മനുഷ്യൻ ജമീലയെ കുട്ടികളോടൊപ്പം ഉറങ്ങാൻ അയച്ചു. ആമിനയുടെ സ്മരണകൾ ഉണർത്തുന്ന എല്ലാ സാധനങ്ങളും മുറിയിൽ നിന്നും എടുത്തു മാറ്റി. ഒരു നാൾ അയാൾ ജമീലയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ അപ്പോൾ ഒരു കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്താണെന്ന് അയാൾ അന്വേഷിച്ചു. താൻ കൂടി വായിക്കട്ടെ എന്നായി. എന്നാൽ അവൾ അത് അയാൾക്ക് നൽകാതെ അടുപ്പിലിട്ട് കത്തിച്ചു. തീയിൽ നിന്നും കുറച്ച് കത്തിൻ്റെ ഭാഗങ്ങൾ അയാൾക്ക് കിട്ടി. അതൊരു പ്രണയലേഖനമായിരുന്നു. വഞ്ചനയുടെ കഥ മുസ്ലിയാർ അറിഞ്ഞ് അന്ന് തന്നെ ജമീലയെ അയാൾ മൊഴിചൊല്ലി. എന്നാൽ കളങ്കരഹിതയായ അവൾ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. നിരാശിതനും ദുഃഖിതനുമായ അബുവിനെ കണ്ടു. അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നിരുന്ന കുപ്പിവളകൾ അവൻ നിധി പോലെ അപ്പോഴും സൂക്ഷിച്ചു വച്ചിരുന്നു. ഇതിനകം മുസ്ലിയാർ മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. പണ്ട് താൻ തൻ്റെ ഭാര്യയായിരുന്ന ആമിനയ്ക്ക് എഴുതിയ പ്രണയലേഖനമായിരുന്നു അവൾ അന്ന് വായിച്ചത്. തെറ്റിദ്ധരിച്ചു പോയി. തെറ്റ് മനസ്സിലാക്കിയ മുസ്ലിയാർ മാപ്പ് പറയുവാനും വീണ്ടും ജമീലയെ ഭാര്യയാക്കുവാനും വേണ്ടി ജമീലയുടെ വീട്ടിലെത്തി. എന്നാൽ വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ തന്നെ മൊഴി ചൊല്ലിയ ആ മനുഷ്യനെ വീണ്ടും സ്വീകരിക്കുവാൻ അവൾ തയ്യാറായില്ല. ഇന്നും ഹൃദയത്തിൽ പ്രണയവുമായി നടക്കുന്ന മരം വെട്ടുകാരൻ അബുവിനെ അവൾ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു.